കാരണം ഈ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടത്തിലും, നാളെ പരലോകത്തിന്റെ മുഴുവൻ കടമ്പകളിലും, നാളെ പാരത്രിക ലോകത്തെ മുഴുവൻ ഘട്ടങ്ങളിലും ഈ മുത്തൊളി തങ്ങളല്ലാതെ വേറെ ആരാണ് നമുക്ക് വരാനുള്ളത്? നാളെ നാമെല്ലാം മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ ആ ഖബറിന്റെ ഉള്ളിലേക്ക് വാപ്പ വരില്ല, ഉമ്മ വരില്ല, സഹോദരങ്ങളെ വരില്ല, ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല, ആരും വരില്ല. അവിടെ വന്നിട്ട് അവിടെ വരുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. മദീനത്ത് കിടന്നുകൊണ്ട് ലോകത്തെ മുഴുവനും നോക്കുന്ന മുത്തുനബി തങ്ങൾ നേരെ ഖബറിലേക്ക് അങ്ങ് കാണിക്കപ്പെടുമ്പോൾ ഒരു ചോദ്യമാണ്, ഇതാരാണെന്നറിയുമോ? 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 അപ്പോൾ നമുക്കൊരു പറച്ചിലിനെ രക്ഷയുള്ളൂ. ഹാദാ റസൂലുള്ളാഹ് വഹാദാ ഹബീബുള്ളാഹ്. അല്ലാഹ്, നിന്റെ പ്രിയപ്പെട്ട മുത്തുനബി തങ്ങളാണിത്, നിന്റെ ഹബീബായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് സന്തോഷമുണ്ടായാൽ അല്ലാഹുവിൽ നിന്ന് അറിയിപ്പ് വരും, നം സ്വാലിഹൻ, ഉറങ്ങിക്കോളൂ, നിങ്ങൾ മുത്തുനബിന്റെ ആളായതുകൊണ്ട് ഉറങ്ങിക്കോളൂ എന്ന് ഖബറിൽ പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആളാണെങ്കിൽ ഉറങ്ങിക്കോളൂ. നിങ്ങൾ ഖബറിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നിദാനം, ഖുദാ കി റസാ ചാഹത്തെ ഹേ ദോ ആലം ഖുദാ ചാഹതാ ഹേ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആളാണോ? എന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാം. എന്നാൽ മുത്തുനബി തങ്ങളുടെ മക്കളെ നൊമ്പരപ്പെടുത്തിയവർക്ക് മുത്തുനബി തങ്ങൾ അനുകൂലം നിൽക്കുമോ? കൂട്ടുകാരാ, അറിയണം, ഹബീബായ മുത്തുനബി തങ്ങളുടെ മക്കളെ വേദനിപ്പിച്ചിട്ട് ഖബറിലേക്ക് ചെല്ലുന്നവനോട് ഹബീബായ തങ്ങളുടെ ആളാണെന്ന് പറയാൻ പറ്റുമോ? ആഖിറത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്തയില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്നതൊന്നും പ്രസക്തിയുള്ളതല്ല. അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, എല്ലാ പരമ്പരകളും മുറിയും, എന്റെ പരമ്പര ഒരേ, എല്ലാ കാരണങ്ങളും മുറിയും, ഇല്ലാ സബബി വനസബി, എന്റെ കാരണവും എന്റെ പരമ്പരയുമല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകും. ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ ആളാണെന്ന് പറയപ്പെട്ടാൽ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, നം സ്വാലിഹൻ, നിങ്ങൾ മുത്തുനബി തങ്ങളുടെ ആളാണ് അല്ലേ, എന്നാൽ ഉറങ്ങിക്കോ. അല്ലാഹു അങ്ങനെ പറയപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാം ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. എന്നാണ് പറയാ, ഇന്ന് മരിച്ചാൽ ഇന്ന്, നാളെ മരിച്ചാൽ നാളെ. ഏതു നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ജീവിതഘട്ടമാണത്. അല്ലാഹു അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏതു നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഘട്ടം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായിട്ട് മാത്രമേ കാര്യമുള്ളൂ. വേറെ ആരുടെയും ആളായിട്ട് കാര്യമില്ല. ഞാൻ ഇടതുപക്ഷമാണ്, വലതുപക്ഷമാണ്, മധ്യപക്ഷമാണ്, കേന്ദ്രപക്ഷമാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ആളാണെങ്കിൽ നം സ്വാലിഹൻ, സ്വാലിഹായി ഉറങ്ങിക്കോ. അന്ന് മുത്തുനബി തങ്ങൾ സ്വന്തം മക്കളെ വേദനിപ്പിച്ച ആൾ. അതാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ മരിച്ചാല് ജനാസ നിസ്കരിക്കാൻ വേണ്ടി സാദാത്തുക്കളെ വിളിക്കുന്നു. എന്താ? മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികൾക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. അവിടുത്തെ വല്യപ്പയാണ് ഖബറിൽ വരുന്നത്.
അവിടുത്തെ വല്യപ്പയാണ് നാളെ മഹ്ശറിൽ വരാനുള്ളത്. അവിടുത്തെ വല്യപ്പയാണ് നാളെ സ്വർഗം തുറന്നു തരാനുള്ളത്. അവിടുത്തെ വല്യപ്പയാണ് തെറ്റുകൊണ്ട് കുടുങ്ങിയ നരകത്തിൽ കിടക്കുന്നവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം അറിയിക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അല്ലാഹുവിന്റെ ജലാലത്തും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്തും ലോകത്തെ മുഴുവനും സമ്മേളനത്തിലൂടെ അറിയിക്കുന്ന ദിവസമാണ് യൗമുൽ മഹ്ശർ. അത് മറ്റൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം കഴിഞ്ഞകാല ഉമ്മത്തിലെ ജനങ്ങളെയും വരും കാല ജനതയെയും എല്ലാവരെയും ഒരുമിച്ച് ഹാജരാക്കിയിട്ട് മഖാമും മഹ്മൂദ് നൽകി അത്യുത്തമമായ പദവിയിൽ മുത്തുനബി തങ്ങളുടെ തൃക്കല്യാണം നടക്കുന്ന നാൾ. മഹ്ശറിന്റെ മറ്റൊരു പ്രയോഗം മുത്തുനബി തങ്ങളെ സ്ഥാനാരോഹണം നടത്തുന്ന നാളാണത്. യൗമുദ്ദീൻ, യൗമുൽ മഹ്ശർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനാരോഹണം നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ആത്തി മുഹമ്മദിൽ വസീലത വൽ ഫളീല. മുത്തുനബി തങ്ങൾ ആ സ്ഥാനാരോഹണം നടത്താനുള്ള സമയമാണ് മഹ്ശർ. അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും നബിയായ മുത്തുനബി തങ്ങളെ നാളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സ്ഥാനാരോഹണം നടത്തും. ആ സ്ഥാനം നൽകുന്ന രാജാതിരാജനായ റബ്ബ് ചോദിക്കും, ഇന്നിവിടെ എന്റെ മാത്രം പരമാധികാരത്തിന്റെ നാൾ, എന്റെ മഹ്ബൂബായ മുത്തുനബി തങ്ങൾക്ക് മഖാമും മഹ്മൂദ് നൽകുന്ന നാൾ. അല്ലാഹു തആല അതൊക്കെ കാണാൻ, തൃക്കല്യാണത്തിൽ സംബന്ധിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതൊരു ലോകമാണ്. അവിടുത്തെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകൂലമാവണം. ആ അനുകൂലമാവാത്തിടത്തോളം കാലം നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല. എല്ലായിടത്തും നമ്മളെ താങ്ങാനും തണലാകാനുമുള്ളത് കരളിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളാണ്. അബൂ അബ്ദുല്ലാ ജാബിർ അൽ-ഉന്ദുരുസി എന്നവര് പറയുകയാണ്, ജഅലൂ ലി അബ്നാഇർ റസൂലി അലാമതൻ ഇന്നൽ അലാമത ശഅനു മൻ ലം യശ്ഹുരി നൂറുൻ നബുവതി ഫീ കരീമി വുജൂഹിഹിം യുഗ്രി ശരീഫ അനി തിറാസിൽ അഖ്ദരി. കണ്ടില്ലേ, മുത്തുനബി തങ്ങളുടെ ഓമന മക്കളുടെ മുഖകമലങ്ങളിൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം നൂറുൻ നുബുവത്തിൽ നിന്ന് വന്ന വെളിച്ചമാണ്. പ്രകാശത്തിന്റെ ഒളിവിൽ നിന്ന് പിന്മുറ കിട്ടിയ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം മുഖത്തടയാളപ്പെട്ട സാദാത്തുക്കൾ, അവർക്ക് പച്ചത്തട്ടമില്ലെങ്കിലും അവരുടെ മുഖത്ത് സയ്യിദന്മാരുടെ വിലാസമുണ്ട്, വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ സുരക്ഷയാണ്, എന്റെ ഉമ്മത്തിന്റെ സുരക്ഷയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അഹ്ലു ബൈത്തിൽ നിന്ന് വിവാഹം കഴിച്ചത് എന്തിനാണ്? അതേ ആ ഇലാഖത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. മഹാന്മാരായ പ്രമുഖ സ്വഹാബിമാർ പലരും അഹ്ലു ബൈത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് അല്ല, ഞാൻ ഖുറൈശിയല്ല, ഞാൻ ഹാഷിമിയല്ല. അതുകൊണ്ട് അവിടുത്തെ ഉള്ളിൽ ഉറച്ചിരിക്കുന്നത് ഈ ഒരു ബന്ധം എനിക്ക് രക്ഷപ്പെടണമെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ ജോഡികളെ കാണാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജോഡി ആരാണ്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ഓരോ സ്വഹാബത്തിനും അവരുടെ ക്ലോസ് ഫ്രണ്ടുകളുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത മിത്രം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്.
കാരണം മുത്തുനബി തങ്ങളോടുള്ള ഖറാബത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അതേ മഹാനരായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. അപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ഉടനെ പറഞ്ഞു ബി അബീ ശബീഹും ബിൻ നബി ലാ ശബീഹും ബി അലി ബി അബീ ശബീഹും ബിൻ നബി ലാ ബി അലി. മോനെ ഹുസൈനെ, മുത്തുനബി തങ്ങളോടാണ് മോനെ സാദൃശ്യമുള്ളത്, അലിയാരോടല്ല. അലി റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയും, എന്റെ മക്കളെക്കാളും എനിക്ക് വലിയ ആനന്ദമാരെയാണ് എന്റെ മുത്തുനബി തങ്ങളുടെ മക്കളെയാണ്. എന്റെ മക്കളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മുത്തുനബി തങ്ങളുടെ മക്കളെയാണ്. എന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നു. എന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോ എനിക്ക് സന്തോഷമുണ്ട്. അതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതാണ്. എന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എനിക്ക് ആഘോഷമില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, എന്റെ വാപ്പ അബൂ ഖുഹാഫ എന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എനിക്ക് ആഘോഷമില്ല. എന്തേ സിദ്ദീഖുൽ അക്ബറെ, വാപ്പ ഇസ്ലാമിലേക്ക് വന്നാൽ വലിയ പെരുന്നാളാകേണ്ട ദിവസമല്ലേ, ആഘോഷം കൂടേണ്ട ദിവസമല്ലേ? അതേ ഇല്ല തങ്ങളെ, ഞാനും അവിടുന്നും ഒരേ കാര്യം ആഗ്രഹിച്ചു. ഒന്നെന്താണ്, അവിടുത്തെ പിതൃവ്യനായ അബൂ താലിബ് എന്നവർ, പിതൃ സഹോദരനായ അബൂ താലിബ് എന്നവർ കലിമ ചൊല്ലണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കേൾക്കാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം അബൂ താലിബ് എന്നവർ നാളെ രക്ഷപ്പെടൂല എന്നല്ല, നാളെ രക്ഷപ്പെടും എന്ന ഇമ്മത്ത് രേഖപ്പെടുത്തി. പക്ഷേ ഉറക്കെ ഒന്ന് കലിമ ചൊല്ലുന്നത് കേൾക്കാൻ തങ്ങൾക്കായില്ല. അത് കിട്ടാതെ എന്റെ വാപ്പ കലിമ ചൊല്ലുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി. അതിൽ എനിക്ക് സന്തോഷം കുറവാണ്. സന്തോഷമുണ്ട്, പക്ഷെ ആഘോഷമില്ല. കാരണം അതേ സമയത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ അബൂ താലിബ് എന്നവർ കൂടി ഉറക്കെ കലിമ ചൊല്ലിയിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം സന്തോഷമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുമ്പോഴുള്ള സന്തോഷമാണ് ഏറ്റവും വലുത്. ആ മുത്തുനബി തങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വഴിയാണ് അവിടുത്തെ മക്കൾ ഒരു പറ്റം ആളുകൾ ഹബീബായ തങ്ങളുടെ അടുക്കലെന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ശംസുൽ ഉലമാ, കേരളത്തിൽ അറിവിന്റെയും ആദർശധീരതയുടെയും വലിയ വലിയ വിലാസമായിരുന്ന ശംസുൽ ഉലമാ ഉസ്താദ് അവറുകൾ താജുൽ ഉലമയെ ആദരിച്ചത് മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടി എന്ന ബഹുമാനം കൊണ്ടാണ്. അവിടുത്തെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ശിഷ്യനായതോടൊപ്പം തന്നെ ഒരു ഗുരുവിനെ പോലെ ആദരിക്കുന്നു. എന്താണ് കാരണം? ഇത് മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ആദരിച്ചു താജുൽ ഉലമയെ. ജീവിതം മുഴുവനും ആദരിച്ചു. കാരണം അവിടുന്ന് അഹ്ലുൽ ബൈത്തിനോട് അത്രമേൽ സ്നേഹമാണ്, ബഹുമാനമാണ്. ചില വീക്ഷണങ്ങൾ വന്നതോ അത് അവരിലേക്ക് മാത്രം വെക്കുകയാണ്. അത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. പ്രിയമുള്ളവരെ, അത്രമേൽ അഹ്ലുൽ ബൈത്തിനെ ആദരിച്ചിരുന്നവരാണ്. ഇന്ന് കണ്ടില്ലേ, സുൽത്താനുൽ ഉലമാ ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിലും യാത്ര ചെയ്ത് ഹിദായത്തിന്റെ പ്രവർത്തനം നടത്തുകയാണ്. അവിടുത്തെ താങ്ങുകൾ ആരാണ്? ഇവിടുത്തെ ബുഖാരി സാദാത്തുക്കളാണ്, ഇവിടുത്തെ ബഅലവി സാദാത്തുക്കളാണ്, ഇവിടുത്തെ അഹ്ദൽ സാദാത്തുക്കളാണ്, ഇവിടെ തുറാബ് ഖബീലയിലെ സാദാത്തുക്കളാണ്, ഇവിടുത്തെ ശിഹാബ് ഖബീലയിലെ സാദാത്തുക്കളാണ്. ഏതെല്ലാം ഖബീലയിലെ സാദാത്തുക്കൾ ഇവിടെയുണ്ടോ, ബാഫഖീഹ് സാദാത്തുക്കളാണ്. എല്ലാവരും സുൽത്താനുൽ ഉലമയ്ക്ക് വേണ്ടി ആശീർവാദം നൽകുന്നവരാണ്. കാരണം അവിടുത്തെ ജീവിതം
അഹ്ലു ബൈത്തിനെ ആദരിക്കുന്ന ജീവിതമാണ്. എല്ലാ സയ്യിദന്മാരോടും കാണിക്കുന്ന കടമയും കടപ്പാടും. താജുൽ ഉലമയോടുള്ള ബഹുമാനം ഇന്നലെ വന്ന് ഈ വേദി ഇവിടെ തുടങ്ങി തന്നു. ഇന്നവിടുന്ന് ദീർഘദൂരം അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. എല്ലായിടത്തുമുള്ള താങ്ങും തണലും മഹാന്മാരായ സാദാത്തുക്കൾ അവരുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് കാലത്തിന്റെ ഒരു എതിർപ്പിലും കാന്തപുരമുത്താതവറുകൾ പതറാതെ മുന്നോട്ട് പോകാനുള്ള കാരണം അഹ്ലു ബൈത്തിന്റെ ഒരു സപ്പോർട്ടാണ്. ഇമാമന ശാഫഈ തങ്ങളോട് മുത്തുനബി തങ്ങൾ കിനാവിൽ വന്ന് പറഞ്ഞില്ലേ, അന ലഹുറുക വ അന സനദുക യാ മുഹമ്മദു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസേ, നിങ്ങൾക്ക് ഞാൻ താങ്ങും തണലുമാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇമാം സൈനി ദഹ്ലാൻ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോഴെല്ലാം ഒരു തങ്ങളെ കൈ പിടിക്കും. എന്തിനാണ്? മദീനത്ത് ചെല്ലുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരു പേരക്കുട്ടിനെയും കൂട്ടി വന്നതിന്റെ പേരിൽ പരിഗണിക്കപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ഈ സൈനി ദഹ്ലാനെ ഒന്ന് പരിഗണിക്കണം. കാരണം എന്താ? ഉഫൂദുൻ വസുവാറുൻ وأضياف حضرتي وذرية جئناك بالشوق والحب سلكنا الفيافي والقفار على النجب. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞതുപോലെ ഉഫൂദുൻ വസുവാറുൻ വഅദിയാഫു ഹളറതി, ഞങ്ങൾ യാത്രാ സംഘങ്ങളാണ്, സഞ്ചരിച്ചു വന്നവരാണ്, അവിടുത്തെ സന്നിധാനത്തിലെ അതിഥികളാണ്. അതുവരെ നമുക്ക് പറയാൻ പറ്റുമോ? സാദാത്യങ്ങൾക്ക് പറയാനുള്ള വലിയ ഒരു അവകാശമുണ്ട്. വദുർരിയത്തുൻ ജിനാക ബിശ്ശൗഖി വൽ ഹുബ്ബി, മഹാനരായ ഖുർറത്തു സാദാത്ത് തങ്ങളെ പാപ്പയോടൊപ്പം അല്പസമയം മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ രണ്ട് പേരമക്കളടുത്തുണ്ട്. തങ്ങൾ ഒരുപടി ഭക്ഷണം എടുക്കുമ്പോഴേക്കാ രണ്ട് മക്കളും അടിപിടി കൂടുന്നു അത് വായിലേക്ക് കിട്ടാൻ. അതേ വലിയുപ്പാന്റെ അടുക്കൽ പേരമക്കൾക്കുള്ള അവകാശമാണത്. അതേ അവകാശം ഈ സാദാത്തുക്കൾക്ക് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലുണ്ട്. അല്പസമയം കൗതുകത്തോടെ നോക്കിയപ്പോൾ മനസ്സിൽ മിന്നിമറഞ്ഞതാണ്, അല്ലാഹുവേ, ഈ മഹാനരായ സയ്യിദവറുകളുടെ മുമ്പിൽ പേരമക്കള് കണ്ടില്ലേ അവകാശപൂർവം കടിപിടി കൂടുന്നത്, അടിപിടി കൂടുന്നത്, അവകാശത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നത്. ഈ ഒരു അവകാശം ഇരിക്കുന്ന സാദാത്തുക്കൾക്ക് മുഴുവനും സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. സാധുക്കളായ നമുക്കങ്ങനെ ഒരു അവകാശമില്ല. നമുക്കൊരാഗ്രഹമുള്ളത് ഈ മഹാന്മാരൊക്കെ വലിയുപ്പാന്റെ അടുക്കലേക്ക് പോകുമ്പോ അവരുടെ ഖാദിമീങ്ങൾ എന്ന നിലക്ക് ഒന്ന് നമ്മുടെ പരിഗണിച്ചു കിട്ടിയാൽ ആലുന്നബി ദരിയതി വഹു ഇലയ്യ വസീലതി അർജു ബിഹിം അതാദൻ ബിയദിൽ യമീനി സഹീഫതി. ഇമാമുന ശാഫഈ തങ്ങൾ കൊതിച്ചാഗ്രഹിച്ച് ദുആ ചെയ്തത് അതാണ്.
താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പേരക്കുട്ടിയായ അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങൾ പൊസോട്ട് തങ്ങളുപ്പാപ്പയുടെ മകൻ പറഞ്ഞു, യാത്രക്കിടയിൽ എപ്പോൾ എവിടെ പോയാലും തങ്ങളുപ്പാപ്പയ്ക്കൊരു നിർബന്ധമുണ്ട്, ഏതേത് VVIPകൾ ഉണ്ടായാലും കൂടെ വന്ന ഖാദിമിനെയും ഡ്രൈവറെയും അടുത്തിരുത്തിയേ ഭക്ഷണം കഴിപ്പിക്കുകയുള്ളൂ. അത് കേട്ടപ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. ഖറഅനാ ഫിദ്ദുഹാ വലസൗഫ യുഅതി ഫസറ ഖുലൂബനാ ദാകൽ അതാഉ. അങ്ങനെ ഈ സാധുക്കളായ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നാളെ ഈ സാദാത്തുക്കൾ അവിടുത്തെ വല്യുപ്പാന്റെ സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഖാദിമീങ്ങളായി, അവർക്ക് കണ്ടുപരിചയമുള്ളവരായി നമ്മളെ കൂടി ഒന്ന് കയ്യിൽ പിടിച്ചു കിട്ടിയാൽ ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അതിനുവേണ്ടിയാണ് താജുൽ ഉലമാ തങ്ങളുടെ നഗരിയിലേക്ക്, അവിടുത്തെ സന്നിധാനത്തിലേക്ക് നമ്മൾ വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുന്നു, ഇനി നീട്ടുന്നില്ല. എല്ലാവരും ഇവിടെ ദുആ പ്രതീക്ഷിച്ചു സാദാത്തുക്കളുടെ മജ്‌ലിസിൽ നിന്നുള്ള ദുആഇന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി മഹാനരായ നമ്മുടെ നേതാവിനോടുള്ള അത്യാദരവ് കൊണ്ട് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് കണ്ടു കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെയും ഞങ്ങളുടെ ഈ ഗണത്തിലേക്കൊന്ന് ചേർത്തു തരണേ അല്ലാഹ്. അറിയുമോ, മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ ഭരണാധികാരിയുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു ചെറിയ മോനവിടേക്ക് കടന്നു വരികയാണ്. ഉടനെ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന വലിയ സമർത്ഥനായ സ്വഹാബിയാണ്, ദിശനാശാലിയായ സ്വഹാബിയാണ്, വലിയ സാഹിബുർ റഅയാണ്. ആ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ എന്തു ചെയ്തെന്നല്ലേ, ആ സിംഹാസനത്തിലേക്ക്, രാജാവിന്റെ ഇരിപ്പിടത്തിലേക്ക്, ഖലീഫയുടെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ചിരുത്തിയപ്പോൾ പരിചാരകര് നോക്കി, ഇതെന്തൊരു നടപടിയാണ്, ഇതറിയുമോ, പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള രീതിയാണല്ലോ. ഉടനെ അവിടുന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ കൂട്ടുകാരെ, നമ്മുടെ തലയിൽ മുടി മുളയ്ക്കാനുള്ള കാരണക്കാരിവരാണ്. ഇത് മുത്തുനബി തങ്ങളുടെ മക്കളാണ്. അവർക്ക് മേലെ ഒരു രാജാവിന്റെ സ്ഥാനം ഇല്ല, അവർക്ക് മേലെ ഒരു ഭരണാധികാരിയുടെ സ്ഥാനം ഇല്ല. അതുകൊണ്ടാണ് ഇടക്കൂടി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര ആളുകൾക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരാൾക്ക് മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്താൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം നിങ്ങളുടെ മുമ്പിൽ വരും. കഴിയുന്നവർക്ക് ഒരു 150 രൂപ കൊടുത്തത് വാങ്ങണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്ത ആളുകൾക്ക്, പ്രാഥമികമായി അറിയേണ്ട ആളുകൾക്ക്, അത് വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹാൻഡ് ബുക്ക്, ആ ഹാൻഡ് ബുക്ക് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ കോപ്പികൾ ഉണ്ടാവുള്ളൂ. അതിന് ചെലവായ സംഖ്യയോട് അടുത്തൊരു സംഖ്യ മാത്രം അടുത്ത് വാങ്ങുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ വകയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടാൻ ഒരാൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. ഒരു 150 രൂപ കൊടുത്താൽ നല്ല സമയമെടുത്ത് വളരെയേറെ മാതൃകകൾ പരിശോധിച്ചുകൊണ്ട് ആ ഒരു നല്ല ചിന്തയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഹാൻഡ് ബുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വലിപ്പം ചെറിയ പുസ്തകമായിരിക്കും, പക്ഷേ വലിയ എക്സ്പെൻസിലുള്ള ഒരു പുസ്തകമാണത്. നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി കഴിയുന്ന ആളുകൾക്ക്, നമുക്ക് ഇന്ന് വരെ മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരാൾക്ക് പരിചയപ്പെടുത്താനുള്ള ഗിഫ്റ്റായിട്ട് ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
നമ്മുടെ എല്ലാ മജ്‌ലിസും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളോടുള്ള ഏതൊരു ബന്ധവും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. മദീനയോടുള്ള ബഹുമാനം അത് മുത്തുനബി തങ്ങൾ കിടക്കുന്നു എന്നതാണ്. റബീഉൽ അവ്വലിനോടുള്ള ബഹുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തു എന്നതാണ്. എല്ലാ വർഷവും 52 ദിവസം നമ്മുടെ നബിദിനം ആഘോഷിക്കുന്നുണ്ട്. അതേതാണ് യൗമുൽ ഇസ്നൈൻ. 52 ദിവസം ആദം നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അതാണ് യൗമുൽ ജുമുഅ. 52 ദിവസം മുത്തുനബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അതെന്താണ്? ഫീഹി ഉലിത്തു, മുത്തുനബി തങ്ങൾ ജനിച്ച ദിവസമാണ് യൗമുൽ ഇസ്നൈൻ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു എന്നതാണ്. തിങ്കൾ ദിവസത്തിന്റെ ബഹുമാനം, റബീഉൽ അവ്വൽ മാസത്തിന്റെ ബഹുമാനം, മദീനയുടെ ബഹുമാനം മുത്തുനബി തങ്ങൾ കിടക്കുന്നു എന്നതാണ്. മക്കയെ അല്ലാഹു നിശ്ചയിച്ചത് ബലദുൽ അമീൻ, അൽ അമീന്റെ നാടായിട്ട് വെച്ച നാടാണ് മക്ക. എല്ലാം മുത്തുനബി തങ്ങളുടെ വിലാസം അടയാളപ്പെടുത്താനുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇമാമു ദാരിൽ ഹിജ്റ വ ഇമാമുൽ മദീന, മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുകയാണ്. മദീനയിൽ ദർസ് നടത്തുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ദീൻ വെട്ടി തുറന്നു പറയുന്ന ഉഖറവിയായ മഹാൻ പണ്ഡിതന്മാരുടെ നേതാവ്, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ഹദീസിന്റെ ഗ്രന്ഥമായ മുവത്ത രേഖപ്പെടുത്തിയ മഹാനവറുകളോട് മദീനയിലെ ഗവർണർ ഒരിക്കൽ ആവശ്യപ്പെട്ടു. അവിടുന്ന് മദീനയിലെ ഗവർണർ ആവശ്യപ്പെട്ടു ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ കൊടുക്കാൻ. ഗവൺമെന്റിന് അനുകൂലമായിട്ടൊരു ഫത്വ കൊടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ പഠിച്ചതിന് എതിരാണ്. അല്ലാഹുവിന്റെ ദീൻ ആരുടെ മുമ്പിലും പണയം വെക്കാൻ പറ്റൂല. ഹക്കിന്റെ നിലപാടുകളോട് മാത്രമേ യോജിക്കാൻ പറ്റൂ. അതാണ് താജുൽ ഉലമാ തങ്ങൾ പറഞ്ഞത്. ഇവിടെയുള്ള ഭൂരിപക്ഷം മുഴുവനും അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ അവഗണിക്കപ്പെടും. അവിടെ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. ഞാൻ ഇവിടെ നിൽക്കാൻ സന്നദ്ധനല്ല. ആ നിലപാടിൽ അല്ലാഹുവിന്റെ ഹക്കായ ദീനിന്റെ നിലപാടുണ്ട്. അതുകൊണ്ടാണ് താജുൽ ഉലമാ തങ്ങൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. മഹാനവറുകൾ അങ്ങനെ നേർവഴിയുടെ സംഗീതത്തിലേക്ക് ആളുകളെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ തങ്ങളുടെ പിന്നിൽ വലിയ ഒരു അനുയായി വൃന്ദം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിറങ്ങിയതല്ല. എന്റെ കൂടെ ഈ സഭയിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിറങ്ങിയതല്ല. നാളെ ഞാനൊരു പ്രസ്ഥാനമുണ്ടാക്കി നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. അവിടെയാണ് അഖ്ലിസ് വദാഅൻ ലാ തുരീദ ബിത്വാഅതി, അല്ലാഹുവിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് താജുൽ ഉലമാ തങ്ങളവറുകൾ ആ സഭയിൽ നിന്നിറങ്ങിയത്. ആരും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയല്ല, ഒരു പ്രസ്ഥാനം ഞാൻ ഉണ്ടാക്കുമെന്ന് കരുതിയല്ല. ഉള്ള കസേരകൾ മുഴുവനും ഒഴിവാക്കി ഇറങ്ങിയില്ല, അല്ലാഹുവിന് വേണ്ടി ഇറങ്ങി. അപ്പൊ തങ്ങൾ പാപ്പയുടെ മനസ്സിലും മുന്നിലും ഞാൻ പഠിച്ച ദീൻ അത് പണയം വെക്കാൻ പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഖുലൂബുൽ അയിമ്മ, മഹാന്മാരായ ഇമാമുകളുടെ ഖൽബുകൾ. ഖൽബ് കൊണ്ട് ലോകത്തെ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞത് അവിടെയാണ്. ഹൃദയം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ചുരുക്കം ആളുകളെ കാണൂ. അങ്ങനെ ഹൃദയം കൊണ്ടുള്ളൊരു പരിവർത്തനത്തിന്റെ നായകത്വം മഹാനവറുകൾ ഇറങ്ങി വന്നു എന്നതുപോലെ
ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അവിടെ നമ്മൾ കണ്ടില്ലേ, ഗവൺമെന്റിന് അനുകൂലമായി ഫത്വ കൊടുത്താൽ ഞാൻ പഠിച്ച ദീനിന് എതിരായി പോകും, അതുകൊണ്ട് ഗവൺമെന്റിന് അനുകൂലമായി ഫത്വ കൊടുക്കാൻ പറ്റൂല. മഹാനവറുകളെ ഭരണാധികാരി ജയിലിൽ അടച്ചു, ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റു. അവസാനം ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളെ കണ്ടാൽ ഇത് ഞങ്ങളുടെ അനസ് എന്നവരുടെ മകനാണോ എന്നാളുകൾ സംശയിച്ചു പോകുന്ന രൂപത്തിൽ പരിക്ഷീണിതനായി പോയി. അപ്പോഴും മഹാനവറുകൾ പതറിയില്ല, ജയിൽ മോചിതനായി. ഹാറൂൻ റഷീദ് അറിഞ്ഞു, മഹാനായ ഇമാം മാലിക് തങ്ങളെ അകാരണമായി ജയിലിൽ അടച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹാറൂൻ റഷീദ് മദീനയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓ ഇമാം മാലിക് എന്നവരെ, നിങ്ങളെ ഇവിടുത്തെ ഗവർണർ ജയിലിൽ അടച്ചത് അകാരണമായി അന്യായമായിട്ടാണെന്നറിയാം. നിങ്ങൾക്ക് പകരം ചോദിക്കാൻ ഞാൻ അവസരം തരുകയാണ്. പകരം ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് കോടതിയിലെ ന്യായം നിയമപരമായി നിങ്ങൾക്ക് അവകാശം തരികയാണ്. നിങ്ങളെ തല്ലിയതിന് പകരം തല്ലാൻ, മർദ്ദിച്ചതിന് പകരം മർദ്ദിക്കാൻ, പകരമെടുക്കാൻ നിങ്ങൾക്ക് ചാൻസ് തരുന്നു. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, നിയമപരമായി എനിക്ക് പകരം വീട്ടാൻ അവകാശമുണ്ട്, പക്ഷേ ഈ മദീനയിലെ ഗവർണർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുള്ള ആളാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഓ മാലികേ, ഓ മാലികേ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി നിങ്ങളോട് അപമര്യാദ കാണിച്ചെന്നു കരുതി നിങ്ങൾ പകരം വീട്ടിയല്ലേ എന്നെങ്ങാനും മുത്തുനബി തങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കത് കേൾക്കാനും താങ്ങാനും കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പകരമെടുക്കേണ്ടതില്ല. ഇങ്ങനെയാണ് ഇമാമിയങ്ങൾ ചിന്തിച്ചതെങ്കിൽ അകാരണമായും അന്യായമായും സയ്യിദന്മാരെ കുറിച്ച് പറയുകയോ അവരുടെ നടപടിക്രമങ്ങൾക്ക് എതിർക്കുകയോ ചെയ്താൽ നാളെ അവിടുത്തെ വലിയുപ്പയായ മുത്തുനബി തങ്ങളെ കാണണമെന്ന ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും വേണമെന്നും നാളെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ കേന്ദ്രം അത് വേറാരുമല്ല, അലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും وآلُ رسول الله زين الجحافل. താജുൽ ഉലമാ തങ്ങളെ അനുസ്മരിക്കുന്നത് മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു സയ്യിദിനെയാണ്. അവിടുത്തെ വാരിസായ ആഴം കണ്ട അറിവിന്റെ ഉടമയായ ഒരു ആലിമിനെയാണ്. രാപ്പകലുകൾ ഹയാത്താക്കിയ ഒരു ആബിദിനെയാണ്. ഒരു സമുദായത്തെ ഹിദായത്തിന്റെ വഴിയിൽ നയിച്ച ഒരു ഖായിദിനെയാണ്, ഒരു നേതാവിനെയാണ്. അല്ലാഹുവിനെ അല്ലാതെ ഭയക്കൂലാന്ന് പ്രഖ്യാപിച്ച ജീവിതത്തിൽ പുലർത്തിയ ഒരു വലിയ തഖ്വയുടെ ഉടമയാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ വ്യക്തിത്വങ്ങൾ കാലത്തിൽ അധികമുണ്ടാകില്ല.
അപൂർവമായി മാത്രം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാൻ നമുക്ക് നേതാവായി ലഭിച്ചു എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. അവിടുന്ന് വിശ്രമിക്കുന്ന ഖബറു ശരീഫ് ഇവിടെയാണ്. നാട്ടുകാരെ, അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഒരു സയ്യിദിന്റെ വിശ്രമസ്ഥാനം ഇവിടെ ഉണ്ട് എന്നത്. ഇപ്പോൾ ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഖബറാളികൾ തമ്മിൽ വല്ല ഗുണവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ കൊടുത്ത മറുപടിയുടെ വിശദീകരണം എന്താണ്? നിനക്ക് നല്ല ഒരു അയൽവാസിയെ ദുനിയാവിൽ കിട്ടിയാൽ വല്ല കാര്യവുമുണ്ടോ? ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഖബറാളികൾക്കും പരിസരത്ത് കിടക്കുന്ന ഖബറാളികൾ നല്ലവരായാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് ഗുണമുണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകൻ പറഞ്ഞത്, അബ്ദുല്ലാഹി എന്നവർ, എന്റെ ഉപ്പയുടെ അടുക്കൽ കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു നബിയുടെ ചാരത്ത് കിടക്കുന്നതാണ് അതിനേക്കാൾ പുണ്യം. അതുകൊണ്ട് ഞാൻ അറിയപ്പെട്ട നബിയുടെ മഖാമിന്റെ ചാരത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് ചരിത്രത്തിൽ കാണാം. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മേവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. സാദാത്തുക്കളുടെ പൊരുത്തം നമുക്ക് എക്കാലത്തും നിലനിർത്തി തരട്ടെ. അതുവഴി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെക്കാൻ, അവിടുത്തോട് ചേരാൻ